കനത്ത മഴയിൽ ഇടുക്കി മാങ്കുളം റോഡിലെ കലുങ്ക് പൂർണ്ണമായും ഇടിഞ്ഞു. പാമ്പുങ്കയം താളുങ്കണ്ടം റോഡാണ് ഇടിഞ്ഞത്. ഈ മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട നിലയിലാണ്. ലാൽ കൃഷ്ണൻ വിവരങ്ങൾ നൽകും. ലാൽ, ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം ഇപ്പോൾ ആ മേഖല ഒറ്റപ്പെട്ടു എന്നത്. ഒരു വലിയ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണല്ലോ ഈ വരുന്നത്. അവിടുത്തെ റോഡ് ഇല്ലാതായിരിക്കുന്നു ഒരു ഭാഗത്ത്. എന്താണ് ആ നാട്ടുകാർക്ക് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുക? അവർ ഏത് വഴിയിലൂടെ യാത്ര ചെയ്യുമെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. പാമ്പുങ്കയം ഭാഗം ഏകദേശം ഒറ്റപ്പെട്ട നിലയിൽ തന്നെയാണ്. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യം നിലവിലുള്ളത് ആ പ്രദേശത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ സമാന്തരമായി മറ്റൊരു പാതയുണ്ട് എന്നുള്ളത് മാത്രമാണ്. അത് പക്ഷേ അത്ര കാര്യമായിട്ട് എല്ലാവർക്കും പോകാൻ കഴിയുന്ന, എല്ലാ വാഹനങ്ങളും കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പാതയല്ല എന്നതും സാഹചര്യം തന്നെയാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ ആളുകൾക്ക് മാറി നിൽക്കേണ്ടതോ ആയിട്ടുള്ളൊരു വശമുണ്ട് എങ്കിൽ ആ പാത യൂസ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആളുകളുടെ നില പരിഗണിൽ തന്നെയാണ്. ആളുകൾക്ക് ഭീതിയുണ്ട്. പ്രത്യേകിച്ച് നല്ല മഴവെള്ള പാച്ചിലാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ശക്തമായ മഴയും പ്രദേശത്ത് തുടരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ അപകടങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് കൂടിയാണ്. പ്രത്യേകിച്ച് ഒരു മലമ്പ്രദേശം കൂടിയാണ്. മലയും കുന്നുകളും എല്ലാം കൂടിയൊരു പ്രദേശം കൂടിയാണ്, വനമേഖല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നൊരു ഭയം കൂടി ആളുകളുടെ ഉള്ളിലുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഉണ്ടാകില്ല. ഇതിലായിരുന്നാൽ പോലും ആളുകൾ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അനാവശ്യമായ ആളുകൾ പുറത്തിറങ്ങരുത്, അനാവശ്യമായ യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം എന്ന കാര്യം കൂടിയാണ് അറിയിച്ചിരിക്കുന്നത്. കലിംഗ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ് നിലവിലുള്ളത്. ലാൽകൃഷ്ണൻ, ഈ ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ചിലൊക്കെ കനത്ത മഴ പെയ്യുന്നുണ്ടോ? ഈ മലയോര മേഖലകളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ മഴ പെയ്യുന്നു എന്നാണ് ഇപ്പോൾ വയനാട്ടിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. കോഴിക്കോടും സമാന സാഹചര്യമുണ്ട്. ഇടുക്കിയിലും ഹൈറേഞ്ചിൽ അത്രത്തോളം മഴ പെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലും സമാനമായ രീതിയിൽ ശക്തമായ മഴ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. ഹൈറേഞ്ച് മേഖലയിൽ മാത്രമല്ല, വിവിധ മേഖലകളിലും ലോറേഞ്ചിലും ഹൈറേഞ്ചിലും ഒരുപോലെ മഴയുണ്ട്. ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിലേക്ക് നേരത്തെ തന്നെ രാത്രി യാത്രകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് പകൽ സമയങ്ങളിലും സ്വീകരിക്കേണ്ട ഒരു നടപടിയിലേക്ക് പോകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈവേയുടെ പണി നടക്കുന്ന ഒരു മേഖലയാണ്. അതായത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നിർമ്മാണം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ മേഖലയിൽ പലയിടത്തും ചെറിയ തോതിലാണ് എങ്കിൽ പോലും മണ്ണിടിയുന്ന ഒരു സ്ഥിതിയുണ്ട്. മാത്രമല്ല, കുമളി അടക്കമുള്ള തേക്കടി ഭാഗം അടക്കമുള്ള മേഖലയിലേക്ക് പോകുന്ന ഇടങ്ങളിലും മണ്ണിടിച്ചിലിനും മലയിടിച്ചിലിനുമുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല ദുരന്ത നിവാരണ അതോറിറ്റി. അതുകൊണ്ട് തന്നെ അനാവശ്യമായ യാത്രകൾ, അത്യന്താപേക്ഷിതമല്ലാത്ത യാത്രകളെല്ലാം തന്നെ പൂർണ്ണമായി ഒഴിവാക്കണം എന്ന നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. അതോടൊപ്പം മഴ ആയതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണം എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അനിഷ്ട സംഭവങ്ങളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും പലയിടങ്ങളിലും നീരൊഴുക്ക് ശക്തമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വെള്ളച്ചാട്ടങ്ങളിലും ശക്തമായ നീരൊഴുക്കാണ് ഇപ്പോൾ പ്രകടമായി കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ ഇടുക്കി മാങ്കുളം റോഡിലാണ്. അവിടെ കലുങ്ക് പൂർണ്ണമായും ഇടിഞ്ഞു. പാമ്പുങ്കയം താളുങ്കണ്ടം റോഡാണ് ഇടിഞ്ഞത്. ഒരു മേഖല ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. സമാന്തരമായി മറ്റൊരു വഴിയുണ്ട്, പക്ഷെ അത് എത്രത്തോളം ഉപയോഗിക്കാൻ കഴിയുമെന്നതിലൊക്കെ സംശയമുണ്ട്. ലാൽകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് തൊടുപുഴയിൽ നിന്ന്.